ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഈവനിങ് വ്ളോഗാണ് ഗൈസ്. കാരണം എനിക്ക് ഫോണൊന്നും കിട്ടിയില്ല. അപ്പോൾ ട്രാൻസിഷൻ കുളവായി. ഇടയ്ക്ക് വെച്ച് ഞാൻ ഇങ്ങനെ ആക്കി, പിന്നെ കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ടാണ് ഞാനിത് എഡിറ്റ് ചെയ്ത് മറന്നു. ഇനി ആൾക്കാരെയൊക്കെ കണ്ട് ഡിലീറ്റ് എനിക്ക് വയ്യ, അതവിടെ കിടക്കട്ടെ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആലോചിക്കും ഞാൻ കുളിച്ചില്ലായിരുന്നു. യെസ് ഗൈസ്, ഞാൻ കുളിച്ചില്ല. അപ്പോൾ കുളിക്കാൻ പോകുന്നേ ഉള്ളൂ, കുളിക്കത്തില്ല കുളിക്കും. ബട്ട് എന്താ പറയുക, എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് കുറച്ച് ഒച്ചയെടുത്ത് പറയാം. അപ്പം നമ്മൾ ഒച്ചയൊക്കെ എടുത്ത് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എൻ്റെ ഇത് കട്ട് ചെയ്തിട്ട് പോകും. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ഉറക്കെ സംസാരിക്കാൻ പോകുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിച്ചിട്ട് നമുക്കൊരു എന്താ തരത്തില്ല, എനിക്കൊരു ഇത് മറ്റേ സംഭവം തലയിൽ കെട്ടിയിട്ട് വീഡിയോ എടുക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് അത് ചെയ്യും. പിന്നെ അതിന് കുറച്ച് സ്കിൻ കെയർസ് അപ്പോൾ നമ്മൾ ഇന്ന് അതെല്ലാം കാണിച്ച് ചായ കുടിച്ച് ഇങ്ങനെ പോകും. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഫാൻ്റെ ഒച്ച കാരണം കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് അപ്പോൾ ഗൈസ് ഇപ്പം കേൾക്കുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ മിനിറ്റുകൾക്ക് ശേഷം നമ്മൾ വെളിയിലിറങ്ങിയിരിക്കുന്നു. മഴയുണ്ട്, വെയിലും ഉണ്ട്. നൈസ് ക്ലൈമറ്റ്. അപ്പം കുളിക്കാനൊരു മടി. അപ്പം നമ്മൾ പയ്യെ പറയാം, കാരണം ഉപ്പാണ്, പിന്നെ ഫോൺ തെറ്റില്ല. അപ്പം ഗൈസ്, നമ്മൾ കുളിക്കാനുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പം ഗൈസ്, കുളിക്കാൻ പ്രത്യേക സാധനങ്ങൾ നമ്മൾ ഉടുപ്പെടുത്തിട്ടുണ്ട്. എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചാൽ ഞാൻ എങ്ങനെ കാണിക്കുന്ന മൊത്തം വൃത്തികേടായിട്ടിരിക്കുക. കറക്റ്റാണ് വീഡിയോ എന്തോ പഠിച്ചാനെ. ഇപ്പം കാണിച്ചു തരാമേ, കാരണം ഇതൊക്കെ മറിഞ്ഞു കിടക്കുക. അല്ലെങ്കിൽ ഞാൻ ഇത് പുറത്തിരുന്ന് ഉടുപ്പൊക്കെ വീട്ടിൽ ഇരുന്നു. നല്ല കേസ്, ഇത് വീട്ടിൽ ഇരുന്ന് ഉടുപ്പാണ്. ദിസ് ഈസ് മൈ മദേഴ്സ് ഡ്രസ്. എങ്ങനെയുണ്ട്? ഇതാണ് എൻ്റെ ഡ്രസ്. ദിസ് ഈസ് മൈ പാൻറ്. ഓക്കെ, നിങ്ങൾ കണ്ടില്ലേ? ഇത്രയും പോരെ. അപ്പോൾ ഗൈസ്, എൻ്റെ മുഖത്ത് കുറച്ച് നാളെ എന്തെങ്കിലുമൊക്കെ പുരട്ടിയിട്ട്, കാരണം എൻ്റെ മുഖത്ത് മസാലകളൊക്കെ പുരട്ടുന്നതൊക്കെ കുറവാണ്. അപ്പം നമ്മളിതെൻ്റെ മുഖത്ത് മസാല പുരട്ടാൻ പോകുന്ന ഗൈസ്. അപ്പം നമ്മൾ മുഖമൊക്കെ മസാല പുരട്ടുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. സോ നമ്മൾ മുഖം കഴുകിയിട്ട് വരും. ഓക്കെ, നമ്മൾ മുഖം കഴുകിയിട്ടുണ്ട്. കറുത്തല്ലേ? ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴോ എനിക്കൊന്ന് ടാൻ അടിച്ചായിരുന്നു. ഞാനിങ്ങനെ വെളിയിറങ്ങുന്ന ആളൊന്നും അല്ല. പക്ഷേ വെയിൽ എന്നെ കൊണ്ടേ പോകത്തുള്ളൂ. ഞാൻ വെളിയിറങ്ങുമ്പോൾ ഞാൻ വെയിലില്ലാത്ത സ്ഥലങ്ങൾ നോക്കി നിൽക്കും. ബട്ട് എന്തോ ചെയ്യാനാ, സൂര്യൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സൂര്യൻ എൻ്റെ അടുത്ത് വരും. അപ്പം ഞാനങ്ങനെ ടാൻ അടിക്കുന്നതാണ്. അല്ല, ഞാനായിട്ട് സൂര്യൻ്റെ അടുത്ത് പോയി നിൽക്കുന്നതല്ല. അപ്പോൾ കുറച്ച് ടാൻ പോയില്ലേ, ഇനി അടുത്ത ടാൻ പോവാൻ നമ്മൾ ആ സാധനം തേക്കും ഗൈസ്. നമ്മൾ മറ്റേ റാഗിയും പാലും. ഓക്കെ, നമുക്കത് പോയി മിക്സ് ചെയ്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡിയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫേസ് പാക്ക്. ഇത് നമ്മുടെ മോന്തൊക്കെ ഇടുമ്പോൾ നമ്മൾ വളവാൻ നിൽക്കും. മോന്തയല്ല, മുഖം എന്തായാലും ആവട്ടെ. അപ്പോൾ
അപ്പോൾ ഗൈസ് നമ്മുടെ മോന്തക്കിടണമെങ്കിൽ നമ്മൾ മുടി കെട്ടണം. മുഖം ഓക്കെ. അപ്പം മുഖത്ത് ഈ സാധനം പുരട്ടണമെങ്കിൽ നല്ലവണ്ണം തോന്നുന്നു കെട്ടിയേക്കുന്നത്, കഴിഞ്ഞ് പോകാതിരുന്നാൽ മതി. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് അപ്ലൈ ചെയ്തിട്ട് വരാം. ഞാൻ പറയാൻ മറന്നുപോയി, ഈ കൂരൊക്കെ ഇടുവാണെങ്കിൽ നമ്മുടെ മുഖം നല്ല സ്ക്രബ് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ നമ്മുടെ ടാൻ പോവും, പിന്നെ ഇതിൻ്റെ അകത്തിരിക്കുന്ന അഴുക്കൊക്കെ ഇറങ്ങിപ്പോവും. നിങ്ങളൊരു ഫേസ് പാക്ക് ലൈക്ക് ഇത് സ്ക്രബ്ബർ പോലത്തെ സംഭവമാണ്, അതുകൊണ്ട് നമ്മുടെ നിറം ഒരു മാസത്തിനുള്ളിലെങ്കിൽ തിരിച്ചു വരും ഗൈസ്. പ്രോപ്പറായിട്ട് തേക്കണം, പക്ഷേ എന്നെ പോലെ ആവരുത്. ഞാനൊക്കെ വല്ല കല്യാണമോ മരിപ്പോ അടിയന്തരം എന്തെങ്കിലുമൊക്കെ വരുമ്പോഴിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇടാറുള്ളൂ. എന്നും ഇട്ടാൽ നല്ല റിസൾട്ട് കിട്ടും. ഞാൻ ഉള്ള കാര്യം പറഞ്ഞ് ഇടയ്ക്ക് വെച്ച് എന്നും ഇടുമായിരുന്നു കേട്ടോ. നല്ലതാണ്, വലുതായി ടാൻ അടിക്കുന്നൊന്നുമില്ല കേട്ടോ ഇതിട്ടാൽ. ബട്ട് ഇതൊന്ന് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ പോയി കറക്കുന്നല്ല, ടാൻ അടിക്കും, നല്ലപോലെ ടാൻ അടിക്കും. അപ്പം ഞാൻ നല്ലപോലെ ടാൻ അടിക്കാൻ മാത്രമേ ഇതിടത്തുള്ളൂ. ചെറുതായിട്ട് ടാൻ അടിച്ചാൽ ഇടത്തില്ല. അപ്പോൾ നമ്മൾ ഫേസ് വാഷൊക്കെ ഇട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. നല്ല മഴ വരുന്നു. അപ്പോൾ ഗൈസ് ഞാനിത് മൊത്തത്തിൽ ഇട്ടിട്ട് വരാം. ഓക്കെ, നമ്മൾ ഫേസിൽ മാത്രമല്ല നമ്മൾ നെക്കിലും ഇട്ട് കൊടുക്കണം. ബിക്കോസ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഒരു മാസം തന്നെ ഇപ്പോൾ ഫേസിലിട്ടാന്ന് വിചാരിച്ചോ, ഫേസിൽ വെളുപ്പമാണ് പക്ഷേ നെക്കിൽ വെളുപ്പം പറ്റില്ല. അപ്പോൾ ഈ ആൾക്കാർ വിചാരിക്കും കൊച്ചു പൊട്ടി ഇട്ടുകൊണ്ട് അറിയുന്നത്. നമ്മളങ്ങനെ പറയിപ്പിക്കാൻ പാടുണ്ടോ? അപ്പം നമ്മൾ കഴുത്തിലും ചെവിയിലും ഒക്കെ ആഡ് ചെയ്യണം. ഇല്ലെങ്കിൽ ലാസ്റ്റ് വെളുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ കറുപ്പൊക്കെ ആയിട്ടിരുന്ന് തന്നെ ഐ ഡോണ്ട് നോ. ഗൈസ് നമ്മൾ ചെവിയിലിട്ടോ കഴുത്തിലിട്ടോ മുഖത്തിട്ട് എല്ലായിടത്തും ഇട്ട് ഗൈസ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഉണങ്ങുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം. അപ്പോൾ എനിക്ക് കാത്തിരിക്കാനൊന്നും വയ്യ, ഇത് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഗൈസ്. ഒരാഴ്ച കഴിഞ്ഞ് ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. ബിക്കോസ് ദാറ്റ്സ് വെരി വെരി ഡേഞ്ചറസ്. ഇല്ലാത്ത കുരിപ്പുള്ള കുരിപ്പെല്ലാം നമ്മൾ മോന്ത. നിങ്ങൾ ഇനി എന്നെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാം. നിങ്ങളിതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഒരാഴ്ച കഴിഞ്ഞെടുത്ത് ഇട്ടിട്ട് നിങ്ങളുടെ മോന്തയ്ക്കും എല്ലാം വന്നിട്ട് എന്നെ ഒന്നും പറയരുത്. ഓക്കെ, ഇത് കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. അപ്പം ഗൈസ് കുറച്ച് മഴ പൊടിച്ചിട്ട് ഇപ്പോൾ പോയതേ ഉള്ളൂ. മഴ പെയ്താൽ ഞാൻ കുളിക്കൂല, മേലും. ഗൈസ് നമ്മൾ പെൺകൊച്ചുങ്ങൾ എപ്പോഴങ്ങനെ തലയൊന്നും നനച്ചൂല. ലൈക്ക് നമ്മൾ എന്ന് തല നനച്ചാൽ തലയ്ക്ക് ഡാമേജ് ഉണ്ടാവും. സോ നമ്മൾ അയ്യോ എണ്ണ തേക്കണം തല, അതുകൊണ്ട് കുളിക്കണം അല്ലയോ. അപ്പോൾ ഗൈസ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ എന്നും തല കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയർ പൊഴിയും. അതുകൊണ്ട് എനിക്ക് കണ്ടപ്പോൾ കൊഴിയാൽ മാത്രമേ ഉള്ളൂ. ഹെയർ പൊഴിയും, അങ്ങനെ കുറേ പ്രോബ്ലംസൊക്കെയാണ്. ഡ്രാൻഡ്രഫ് വരും, എല്ലാം വരും. അപ്പോൾ ഗൈസ് നമ്മുടെ തലയിൽ എണ്ണ തേക്കണം. ബിക്കോസ് നാളെ തിങ്കളാഴ്ചയാണ്, നാളെ സ്കൂളിൽ പോകണം. അപ്പോൾ നാളെ എനിക്ക് 2 സൈഡ് മുടി കെട്ടണം. അപ്പോൾ ഞാൻ ഈ എണ്ണ തേക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ തലയിൽ ഷാമ്പു ഇട്ടിട്ടിപ്പം സത്യം പറഞ്ഞാൽ 3-4 ആഴ്ച കഴിഞ്ഞു. ബിക്കോസ് ഞാനിങ്ങനെ തലയിൽ തേക്കാറില്ല, ഷാമ്പു ഇടാറില്ല. ഞാൻ വല്ല അത്യാവശ്യത്തിന് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇത്തിരി ഇടും, അങ്ങനെ ഇടത്തുള്ളൂ. പക്ഷേ നാളെ സ്കൂളുണ്ട്, അപ്പോൾ എന്താ എനിക്കിഷ്ടമല്ല. സ്കൂളുള്ള സമയം മുടി പറന്ന് കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ നമ്മളിന്ന് എണ്ണ തേക്കും. ഇതെല്ലാം കഴിഞ്ഞൊരു കുളിയുണ്ട്. കുളി കഴിഞ്ഞ് വരുമ്പം ഞാനൊരു മനുഷ്യനായി, ശുദ്ധിയുള്ള മനുഷ്യൻ. അപ്പോൾ ഗൈസ് കണ്ടോ, ടോപ്പ് ഇട്ടിട്ടുണ്ട്, അടി പാൻറ്റില്ല. നമ്മൾ മഴ സീന്. അപ്പോൾ ടോപ്പ് ഇട്ടിട്ടുണ്ട്, അടിയിൽ നിക്കർ. അപ്പോൾ ഞാൻ വീട്ടിൽ നിക്കറൊക്കെ ഇട്ടുകൊണ്ടാണ് കഴിച്ച് നിൽക്കുന്നത്. എനിക്ക് നാളാവാനൊന്നുമില്ല, ഞാൻ നിക്കറൊക്കെ ഇട്ടുകൊണ്ടാകാം. ഇപ്പം ഈ സമയം ഈ പ്രായത്തിലൊക്കെ നമുക്ക് നിക്കറൊക്കെ ഞാൻ ഈ സംഭവം നോക്കാട്ടെ. കൂന്തൽ ഞാൻ ഊരി, ഒന്നുമില്ല കണ്ടോ, ഒന്നുമില്ല. അപ്പം നമ്മൾ 1-2 മിനിറ്റ് കൈ പിടിച്ചു വിളിച്ച് താഴെയാണ്. അപ്പോൾ ഗൈസ്
ഈ സംഭവം തേക്കുന്നതിന് മുന്നേ അങ്ങ് തേക്കേണ്ടതായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ സ്കൂളിൻ്റെ കാര്യം ഇപ്പോഴാണ് ഓർത്തത്. ഉമ്മ മെസ്സേജ് ഇട്ടപ്പോഴാണ് ഞാൻ ഓർത്തത് നാളെ സ്കൂളിൽ പോകണം. ഓ മൈ ഗോഡ്. രാത്രിയാവാറായില്ലേ? സമയമൊക്കെ എത്ര പെട്ടെന്നാണ് പോകുന്നത്. സ്കൂളിൽ ഇരുന്ന അറിയത്ത പോലും ഇല്ല. 6 മണിക്കൂർ ഇരുന്നെന്ന് ആരും പറയത്തില്ല. ബിക്കോസ് അങ്ങനെ സമയം പോകുന്ന ഗൈസ് വളരെ സ്പീഡിലാണ്, വളരെ സ്പീഡിൽ. ഇങ്ങനെ സമയം പോകരുത് കേട്ടോ. നമ്മൾ സന്തോഷിക്കുന്ന നല്ല മണം വരുന്നത് ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. നമ്മൾ സന്തോഷിക്കുന്ന മൊമെൻറ്റ്സൊക്കെ എന്താ ചെയ്യുക, പെട്ടെന്ന് അങ്ങ് തീർന്നു പോവുക. അതുപോലെ സമയം നമ്മൾ സ്കൂളൊക്കെ എൻജോയ് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ എൻജോയ് ചെയ്യണം. അതിങ്ങനെ സമയം പോയാൽ എവിടെയെങ്കിലും ശരിയാവുമോ? ശരിയാവൂല, അതെനിക്കും അറിയാം. ഗൈസ് ഇന്നത്തേക്ക് ഇത്ര എണ്ണ മതി. കാരണം ഓൾറെഡി എൻ്റെ തല എണ്ണയുണ്ട്. അപ്പോൾ ഗൈസ് ഒരാൾ കമൻറ്റ് ചെയ്യാണ്. ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യട്ടെ. എനിക്ക് നെഗറ്റീവ് വന്നാൽ പോസിറ്റീവ് വന്നാൽ എനിക്കൊന്നുമില്ല. ഞാനാ തുടങ്ങിയ യൂട്യൂബ് ചാനൽ. ഞാൻ നെഗറ്റീവ് അങ്ങൊന്നും നോക്കത്തൊന്നുമില്ല. വിഷമം വരുന്നു എന്താ അറിയാമോ? ആരും ഇപ്പം കമൻറ്റ് ചെയ്ത് യു ആർ നോട്ട് എന്താ പറയുന്ന, നിങ്ങൾ ഹോറർ, നിങ്ങൾക്ക് തന്നെ അനുഭവിച്ച വല്ല ഹോറർ ത്രില്ലർ ആയിട്ട് അമ്മേ പേടിച്ചു പോയി. വല്ല ഹോറർ ത്രില്ലർ കഥയുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. ഇങ്ങനെ ഇരുന്നാൽ ഇത് ഉണങ്ങില്ല. അപ്പുറത്ത് ആരോ വന്നു, ഭയങ്കര അലപ്പ്. ഭയങ്കര വെച്ച. അപ്പോൾ ഗൈസ് നമ്മൾ ഉണങ്ങാനിരിക്കുകയാണ്. ബിക്കോസ് ഞാൻ അങ്ങനെ ബളബള സംസാരിച്ച ഉണങ്ങൂല ഗൈസ്. അപ്പോൾ ഫാൻ ഇട്ട് ഉണക്കാന്ന് വിചാരിച്ച് ഗൈസ് നല്ല വൃത്തിക്ക് ഉണങ്ങി. അപ്പോൾ നമുക്ക് കുളിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മൾ കുളിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ ചായ ഇട്ടിട്ടൊന്ന് തോന്നുന്നു. നല്ല മഴ പെയ്തു ഗൈസ്, നല്ല തണുപ്പ്, നല്ലപോലെ മഴ പെയ്തു. വെളുത്തില്ലേ? അപ്പം ഗൈസ് ചായ ഇട്ടില്ല. അപ്പോൾ നമ്മൾ ചായ കുടിച്ച് ഭയങ്കര ഗൈസ്. ഇപ്പോഴങ്ങനെ ചായ ഇടത്തില്ല, ഞാൻ ഇപ്പോഴൊന്നും നോക്കണ്ട ഗൈസ്. അപ്പോൾ നമ്മുടെ എനിക്ക് കാണാൻ കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ചുകൂടെ പറഞ്ഞാൽ കേട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ.